coming together. He was showed us a lot of warmth, affection, and promised to our community all what is possible from the government will do for the community. And I asked newly elected Major Archbishop of Syro Malabar Church informed our solidarity to the government and our cooperation for the governmental activities. So it was a cordial, informal, and I consider it, for me, it felt very homely, and the Prime Minister showed us a very family warmth. Prime Minister has, for my enthronement, sent a very personal letter. I should. It's not a bureaucratic letter. It is a very personal letter, and I express my heartfelt gratitude for the warmth he has shown to me and the support he has extended. So I find it, for me, a very family, very warm coming together. We have not entered into any of that sort of, because this is a courtesy visit after my election. So I am very happy that Prime Minister showed us the warmth, and it was the first one called was me. That shows his concern for the community. There were many delegations waiting for that. The first one called was our delegation, and he expressed that no, we are with you, and you can expect all cooperation from the government. ചുമതലയേറ്റെടുത്ത് ഒരു മാസത്തിനുള്ളിൽ പുതിയ സിറോ മലബാർ സഭ അധ്യക്ഷന്റെ കൂടിക്കാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി. രാഷ്ട്രീയമോ രാഷ്ട്രീയ നിലപാടോ അഭിസംബോധന ചെയ്യുകയായിരുന്നില്ല കൂടിക്കാഴ്ചയുടെ ലക്ഷ്യമെന്ന് ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ആവർത്തിച്ചു പറയുമ്പോഴും ആ കൂടിക്കാഴ്ചയിൽ BJP കാണുന്ന ഉറ്റുനോക്കുന്ന രാഷ്ട്രീയമുണ്ട് എന്നത് പച്ച പരമാർത്ഥമാണ്. തൃശൂർ എന്ന സ്റ്റാർ മണ്ഡലത്തിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന BJPക്ക് തൃശൂർ അടക്കമുള്ള മധ്യ കേരളത്തിൽ ഇത്രയേറെ സ്വാധീനമുള്ള വൈദികന്റെ നിലപാട്, സഭയുടെ നിലപാട് പ്രത്യക്ഷത്തിൽ തന്നെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ അരക്ഷിതാവസ്ഥ ചർച്ച ചെയ്യപ്പെട്ട CBCI മീറ്റിംഗിന് ശേഷം സിറോ മലബാർ സഭ അധ്യക്ഷൻ നേരെ പ്രധാനമന്ത്രിയെ കാണാൻ പോകുമ്പോൾ മണിപ്പൂർ വിഷയത്തിലടക്കമുള്ള മഞ്ഞുമലകൾ ഉരുകി തുടങ്ങുന്നു എന്ന് വേണമോ കരുതാൻ? ഒളിഞ്ഞും തെളിഞ്ഞും രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കുകയാണോ സിറോ മലബാർ സഭ? അങ്ങനെയാണെങ്കിൽ സഭയിലെ വിശ്വാസികൾക്കും അതാകുമോ നിലപാട്? ഈ കൂടിക്കാഴ്ചകളുടെ ആകെത്തുകകൾ പ്രതിഫലിക്കുമോ തെരഞ്ഞെടുപ്പിൽ? തട്ടിൽ മോദി കൂടിക്കാഴ്ചയിൽ BJP കെട്ടുന്ന മനക്കോട്ട എന്തായിരിക്കും? ഓപ്പറേഷൻ സിറോ മലബാർ സഭയോ? പരിശോധിക്കുന്നു അന്തിചർച്ച. സ്വാഗതം. കാത്തലിക് കോൺഗ്രസിന്റെ ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ, കാത്തലിക് ഫോറം ഭാരവാഹി കെന്നഡി കരിമ്പുകാലയിൽ, അഡ്വക്കേറ്റ് നോബിൾ മാത്യു BJP നേതാവ്, ഒപ്പം മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീ ജേക്കബ് ജോർജ് എന്നിവർ ചേരുന്നു അന്തിചർച്ചയിൽ പാനലിസ്റ്റുകളായി. ആദ്യം ഫാദർ ഫിലിപ്പ് കവിയിൽ, ഒരു രാഷ്ട്രീയ പ്രാധാന്യവുമില്ല, രാഷ്ട്രീയമായിട്ട് ഈ കൂടിക്കാഴ്ചയ്ക്ക് അങ്ങനെയുള്ള യാതൊരു പ്രാധാന്യം കൊടുക്കേണ്ടതേയില്ല എന്ന് താങ്കൾ കരുതുന്നു? ഫാദർ ഫിലിപ്പ് കവിയിൽ കേൾക്കാമോ? ഞാൻ ചോദിക്കുന്നത് കേൾക്കാമോ? കുറച്ച് ഭാഗം കേട്ടില്ല കേട്ടോ, ഒന്നുകൂടെ ചോദിക്കാമോ? നേരെയുള്ള ചോദ്യമാണ്. ഒരു രാഷ്ട്രീയ പ്രാധാന്യവുമില്ല റാഫേൽ തട്ടിൽ മോദി കൂടിക്കാഴ്ചയ്ക്ക് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അത് അഭിനന്ദനായ മേജർ ആർച്ച് ബിഷപ്പ് തന്നെ പറഞ്ഞു, ഞങ്ങളുടേത് ഒരു സൗഹൃദ സന്ദർശനമായിരുന്നു എന്ന്. അതിൽ നമ്മൾ രാഷ്ട്രീയം ആരോപിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു മതമേലധ്യക്ഷൻ, ഒരു സഭയുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയെ കാണുന്നു, കൂടിക്കാഴ്ച നടത്തുന്നു, അത് എടുത്തു പറയേണ്ട കാര്യമില്ല. അതിനപ്പുറത്തേക്ക് ഒരു സൗഹാർദ്ദപരമായിട്ടുള്ളൊരു കൂടിക്കാഴ്ച എന്നതിനപ്പുറത്തേക്ക് ഇതിന് വ്യാഖ്യാനിക്കേണ്ട കാര്യമേ ഇല്ല. ആ ഒരു നിലപാടിലാണ് താങ്കൾ ഇത് പറയുന്നത്, അല്ലേ? അതെ, അത് അഭ്യന്തനായ മേജർ ആർച്ച് ബിഷപ്പ് തന്നെ വളരെ കൃത്യമായിട്ട് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. രാഷ്ട്രീയ ചർച്ചകൾക്ക് വേണ്ടി അല്ല പോയത്. ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയെ തൻ്റെ മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിലുള്ള തെരഞ്ഞെടുപ്പിന് ശേഷം
അദ്ദേഹം ഡൽഹിയിലെത്തിയപ്പോൾ കാണാൻ താല്പര്യം പ്രകടിപ്പിച്ചു. പ്രധാനമന്ത്രി അതിന് സൗകര്യം ചെയ്തു കൊടുത്തു. ആദ്യമേ തന്നെ മറ്റ് പലരും ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ആദ്യമേ തന്നെ വളരെ പ്രാധാന്യത്തോടെ സിറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിനെ കാണുകയും ചെയ്തു. അത് ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ അകത്ത് രാഷ്ട്രീയം കലർത്തണ്ട എന്ന് പിതാവ് തന്നെ പറഞ്ഞു. സിറോ മലബാർ സഭയുടെ അധ്യക്ഷൻ ആ രീതിയിൽ മാധ്യമങ്ങളോട് സംസാരിച്ചു എന്നത് സമ്മതിക്കുന്നു. പറഞ്ഞതുപോലെ തന്നെ ഒരു മതമേലധ്യക്ഷനാണ്, ഒരു സഭയുടെ അധ്യക്ഷനാണ്. ചുമതലയേറ്റതിനു ശേഷം 1 മാസത്തിനുള്ളിൽ അദ്ദേഹം മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. അതിനുശേഷം പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ എടുത്തു പറയേണ്ട കാര്യമില്ല. പക്ഷേ മാർ റാഫേൽ തട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തുക എന്ന് പറയുന്നത് ഒരു ചില പശ്ചാത്തലങ്ങളിൽ എടുത്ത് പരിശോധിക്കുമ്പോൾ അതിനകത്ത് രാഷ്ട്രീയം ഉണ്ടാകുന്നില്ലേ എന്നതാണ് ചോദ്യം. ഒന്ന്, മണിപ്പൂർ സംഭവത്തിനു ശേഷം ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ചകൾക്ക് അനുനയ ശ്രമങ്ങൾക്കുമൊക്കെ BJP നേതാക്കൾ, കേന്ദ്ര നേതാക്കൾ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ഒരു സമയം. രണ്ടാമത്തത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതിൽ BJP ഉറ്റുനോക്കുന്ന ക്രൈസ്തവ ന്യൂനപക്ഷ വോട്ടുകൾ. മൂന്നാമത്തേത് തൃശൂർ എന്ന BJPയുടെ സ്റ്റാർ മണ്ഡലം, അതിൽ നിർണായക സ്വാധീനമാകുന്ന സിറോ മലബാർ സഭാ വോട്ടുകൾ. അങ്ങനെ ചർച്ചയായിട്ടില്ല രാഷ്ട്രീയം എന്ന് പറയുന്നുണ്ടെങ്കിലും അതിൽ ചർച്ചയാകുന്നുണ്ട്, അല്ലെങ്കിൽ അതിലൊരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. അതെങ്ങനെ നിഷേധിക്കാനാകും? ഫാദർ ഫിലിപ്പ് കവീൽ. അതിനെപ്പറ്റി എനിക്ക് വളരെ കൃത്യമായി പറയാനുള്ളത്, അഭിമന്യ റാഫേൽ പിതാവ് തന്നെ ആ പത്രസമ്മേളനത്തിൽ വെച്ച് പറഞ്ഞ കാര്യത്തിൽ പത്രക്കാർ കൃത്യമായിട്ട് ഈ ചോദ്യം അവിടെയും ആവർത്തിച്ചു. അപ്പോൾ അഭിമന്യ പിതാവ് പറഞ്ഞത്, ഞങ്ങൾക്ക് മണിപ്പൂർ വിഷയത്തെക്കുറിച്ച്, അതുപോലെ ഇപ്പോൾ കേരളത്തിൻ്റെ UP പ്രദേശങ്ങളിൽ നടക്കുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ച്, വളരെ പ്രത്യേകിച്ച് ഒരു സ്കൂളിൽ ഒരു ബഹുമാനപ്പെട്ട സിസ്റ്ററെ അവർ അറസ്റ്റ് ചെയ്തു, അതുപോലെ പല പ്രശ്നങ്ങളും ക്രൈസ്തവർക്കെതിരെ ബോധപൂർവം അവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നുള്ള വിഷയമുണ്ട്. ആ വിഷയത്തെക്കുറിച്ച് ക്രൈസ്തവർ അസംതൃപ്തരാണ്, അതിനെക്കുറിച്ച് അമർഷവുമുണ്ട്. ആ വ്യക്തമായ നിലപാടുകൾ ക്രൈസ്തവർക്ക് അറിയിക്കുവാനുള്ള വേദികളുമുണ്ട്. ഉദാഹരണത്തിന് ഭാരതത്തിലെ കത്തോലിക്ക സഭയുടെ 3 റീത്തുകളും ഒരുമിച്ച് ചേർന്നുള്ള CBCI എന്ന ഒരു വേദി കത്തോലിക്കർക്കുണ്ട്. അപ്പം അഭിമന്യ റാഫേൽ പിതാവ് തന്നെ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഈ കാര്യങ്ങളെക്കുറിച്ച് നിലപാടില്ല എന്ന് പിതാവ് പറഞ്ഞില്ല. പിതാവ് പറഞ്ഞത് കത്തോലിക്ക സഭയുടെ, ഭാരത കത്തോലിക്ക സഭയുടെ കാഴ്ചപ്പാട്, അല്ലെങ്കിൽ ഈ ക്രൈസ്തവരെ ദ്രോഹിക്കുന്ന നിലപാടുകൾക്കെതിരെയുള്ള പ്രതിഷേധം വളരെ കൃത്യമായി തന്നെ സർക്കാരിനെ അറിയിക്കുമെന്നും റാഫേൽ പിതാവ് പറഞ്ഞു. അത് CBCIയുടെ വേദികളാണ് വെച്ചാണ് ചെയ്യുന്നത്. CBCIയുടെ അധികാരികളാണ് ആ കാര്യം അറിയിക്കുന്നത്. അഭിമന്യ റാഫേൽ തട്ടിൽ പിതാവ് സിറോ മലബാർ സഭയുടെ തലവനും പിതാവുമായി തിരഞ്ഞെടുത്തതിന് ശേഷമുള്ള ആദ്യത്തെ കൂടിക്കാഴ്ചയായിരുന്നു. അത് രണ്ട് തരത്തിൽ നമ്മൾ കാണണം. സഭയ്ക്കുള്ള പ്രതിഷേധവും സഭയ്ക്കുള്ള നിലപാടുകളും വളരെ സുവ്യക്തവും കൃത്യവുമാണ്. അതിന് ആരെയും സഭ ഭയപ്പെടുന്നില്ല. സഭയ്ക്കെതിരെയുള്ള അനാവശ്യമായ ആരോപണങ്ങളും അനാവശ്യമായ ദ്രോഹ നടപടികളും പിൻവലിക്കണമെന്നുള്ളത് ഏത് ആളുകളോടാണെങ്കിലും കൃത്യമായി സഭ പറയുക തന്നെ ചെയ്യും. അതിനുള്ള വേദികൾ അറിയിക്കുകയും ചെയ്യും. അത് CBCIയുടെ മീറ്റിങ്ങിൽ വളരെ കൃത്യമായി ഫോർമുലേറ്റ് ചെയ്യപ്പെടുകയും സർക്കാരിനെ അറിയിക്കുകയും ചെയ്യുമെന്ന് അഭിമന്യ റാഫേൽ പിതാവ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഫാദർ ഫിലിപ്പ് കവീൽ, ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. ഈ CBCI മീറ്റിംഗുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ചില വാർത്തകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് സിറോ മലബാർ സഭയ്ക്കെതിരെ ചില പരാതികൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കപ്പെട്ടത് മണിപ്പൂർ വിഷയത്തിൽ കൃത്യമായ ആശങ്ക വ്യക്തമാക്കുന്നില്ല. ആശങ്ക അവസരം മുതലെടുത്ത് അല്ലെങ്കിൽ അവസരം മുതലാക്കി കൃത്യമായി ഒരുപക്ഷെ BJP നേതാക്കളോട് അല്ലെങ്കിൽ BJP കേന്ദ്ര സർക്കാരിനോട് ഈ വിഷയം അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചിട്ട് പോലും അത് ഉപയോഗപ്പെടുത്തുന്നില്ല സിറോ മലബാർ സഭ എന്നൊരു വിമർശനം മീറ്റിങ്ങിനകത്ത് ഉയർന്നതായിട്ടുള്ള ചില റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. അത് ഇനിയിപ്പോൾ അതൊക്കെ ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ അല്ലാത്തതുകൊണ്ട് അത് തള്ളിക്കളയാം. എങ്കിലും ആ രീതിയിലുള്ള വിമർശനങ്ങൾ ചില ഭാഗത്തു നിന്നെങ്കിലും ഉയർന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമല്ലേ? അങ്ങനെ ഒരു വിമർശനത്തിൽ കഴമ്പില്ല. കാരണം അഭിമന്യ മേജർ ആർച്ച് ബിഷപ്പ് തന്നെ കൃത്യമായിട്ട് പറഞ്ഞു, ഈ CBCIയുടെ മീറ്റിങ്ങിൽ ആദ്യന്തം പങ്കെടുത്ത സജീവമായ ചർച്ചകളിൽ ഇടപെട്ട അഭിമന്യ റാഫേൽ പിതാവ് തന്നെ പറഞ്ഞു അങ്ങനെ ഒരു ചർച്ച അവിടെ നടന്നിട്ടില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പരാമർശത്തിന് തന്നെ പ്രസക്തിയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ സിറോ മലബാർ സഭയ്ക്ക് വളരെ സുവ്യക്തമായ കാഴ്ചപ്പാട് ഈ കാര്യത്തെക്കുറിച്ചുണ്ട്.
അത് നിങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സിറോ മലബാർ സഭയിലെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ തന്നെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. മണിപ്പൂർ വിഷയത്തിൽ ഏറ്റവും അധികം പ്രതിഷേധവും പൊതുജന മനസാക്ഷി ഉണർത്തുന്ന വിധത്തിലുള്ള പ്രകടനങ്ങളും എല്ലാം കത്തോലിക്ക കോൺഗ്രസ് തന്നെ ഓർഗനൈസ് ചെയ്തതാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെ സിറോ മലബാർ സമൂഹത്തെ ഇതിന് കുറ്റപ്പെടുത്തുവാൻ സാധിക്കും? തിരിച്ച് ഉള്ള അഭിപ്രായങ്ങളും അല്ല തിരിച്ചുള്ള അഭിപ്രായങ്ങളും സഭയ്ക്കകത്തു നിന്ന് ഉയർന്നിട്ടില്ലേ? ഞാൻ ആ വിഷയത്തിലേക്ക് അല്പം കൂടെ ഡീറ്റെയിൽ ആയിട്ട് വരാം. എങ്കിലും പറഞ്ഞുകൊണ്ട് പോവുകയാണ്, തിരിച്ചുള്ള അഭിപ്രായങ്ങളും കൃത്യമായ രീതിയിൽ സഭ ഇതിനകത്ത് ഇടപെട്ടിട്ടില്ല എന്നുള്ള വിമർശനം സഭയ്ക്കകത്തു നിന്ന്, സഭാ വിശ്വാസികളുടെ അകത്തു നിന്ന് ഉയർന്നിട്ടുള്ള സാഹചര്യവും ഇല്ലേ? തിരിച്ചുള്ള വിമർശനമെന്ന് വിമർശിക്കാൻ വേണ്ടി ആർക്കും വിമർശിക്കാം. വളരെ കൃത്യമായിട്ട് പറയണം, സഭ ഇതിൻ്റെ അകത്ത് ഇടപെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയെ പോലും സഭ ഈ കാര്യം അറിയിച്ചിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഈ കേരളീയ പൊതുസമൂഹത്തിൽ ഇത് വളരെ കൃത്യമായിട്ട് കത്തോലിക്ക കോൺഗ്രസ് അവതരിപ്പിക്കുകയും അതിനെതിരെ പ്രതിഷേധിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഞാൻ തിരികെ എത്താം. ശ്രീ കെന്നഡി കരിമിങ്ങാലയിൽ, കാത്തലിക് ഫോറം ഇതിൽ കാണുന്നത് ഒരു രാഷ്ട്രീയ നിലപാട് തന്നെയാണ്. മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങളിൽ അത് കൃത്യമായ രീതിയിൽ കേന്ദ്ര സർക്കാർ കാര്യങ്ങളൊക്കെ നടപ്പാക്കി വരുന്നുണ്ട്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസമൊക്കെ പലപ്പോഴും കാത്തലിക് ഫോറം പ്രകടിപ്പിച്ചിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് ആ വിഷയത്തിലേക്കല്ല കിടക്കുന്നത്. അതല്ലാതെ ഇപ്പോഴുള്ള ചർച്ചയ്ക്കകത്ത് ഒരു രാഷ്ട്രീയ ഉദ്ദേശവുമില്ല, ഒരു രാഷ്ട്രീയ തലവുമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും സിറോ മലബാർ സഭയുടെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയ കൂട്ടിവായിക്കലുകൾ നടത്തിയാൽ അതിൽ തെറ്റില്ല. അങ്ങനെ ചോദ്യം ചോദിക്കുന്നവരോട് പോലും എന്താണ് അതിൽ തെറ്റ് എന്ന് ചോദിക്കാൻ കാത്തലിക് ഫോറത്തിന് മടിയുണ്ടാകില്ല എന്ന് ഞാൻ കരുതുന്നു. ഒരു കാര്യം പറഞ്ഞാൽ എന്നോട് വിരോധം തോന്നുന്നത്, കാരണം അത് ഇത്തരത്തെ ഈ ഒരു അവസരത്തിൽ അത് തുറന്ന് പറയാതിരിക്കാനാവില്ല. കാരണം ഇവിടുത്തെ ഈ നാട്ടിലെ മാധ്യമങ്ങൾ മുഴുവൻ സിറോ മലബാർ സഭയുടെ പരമാധ്യക്ഷൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് കണ്ടത്, അല്ലാതെ മോഹൻ ഭഗവതിനെ അല്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കണ്ടതിനെ ഒരു അശ്ലീലമാണ് എന്നുള്ള മട്ടിൽ അവതരിപ്പിക്കുമ്പോൾ എനിക്ക് വളരെ ദുഃഖത്തോടെ ആണെങ്കിലും പറയാതിരിക്കാൻ കഴിയില്ല. ഇല്ല, അങ്ങനെ ഒരു കൂടിക്കാഴ്ച അശ്ലീലമാണ് എന്നുള്ളൊരു നോഷനൊന്നും ഈ ചർച്ചയ്ക്കില്ല. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ നിലപാടുണ്ടെങ്കിൽ അത് വ്യക്തമായി പറഞ്ഞുകൂടെ എന്നൊരു ചോദ്യം മാത്രമേ ഉള്ളൂ. എന്റെ അപർണയുടെ ഇപ്പോഴത്തെ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റും അപർണ ഇട്ടിരിക്കുന്ന ടൈറ്റിലും തമ്മിൽ കോൺട്രഡിക്ഷൻ ഉണ്ട്. അപർണ ഉറച്ചു നിൽക്കൂ, ടൈറ്റിലിൽ ഉറച്ചു നിന്ന് സംസാരിക്കൂ. എന്താ ടൈറ്റിൽ? എന്താ അപർണ ഇട്ടിരിക്കുന്ന ടൈറ്റിൽ? അവിടെ തന്നെ പാളിപ്പോയില്ലേ? ഞാൻ പച്ചയ്ക്ക് ഞാൻ പറയാം, അതായത് നമ്മുടെ സെക്കുലറിസത്തിന്റെ വികൃത മുഖങ്ങളിൽ ഒന്നാണ് തന്റേതെന്ന് സ്വയം ലോകത്തെ വിളിച്ചറിയിച്ച MES പ്രസിഡന്റ് ഫസൽ ഗഫൂറിന്റെ വാക്കുകളുണ്ട്. അതായത് ഞങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന മാധ്യമ പ്രവർത്തകരെ ഉപയോഗപ്പെടുത്തുന്ന വിധം എന്താണെന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗം നിങ്ങളുടെ ഫയലുകൾ ഉണ്ടാവും. നിങ്ങൾ ഇത് എടുത്തു നോക്കൂ. ഈ ക്രൈസ്തവ ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട് കൂടുതൽ നല്ല സൗഹൃദങ്ങളിലേക്ക് പോകണമെന്നും കൂടുതൽ അനുനയ ശ്രമങ്ങൾ ഉണ്ടാക്കണമെന്നും BJP ആഗ്രഹിക്കുന്നേയില്ല. അത്തരം നീക്കങ്ങളിലേക്ക് BJP കടക്കുന്നേയില്ല. അതാണോ പറഞ്ഞു വരുന്നത്? നോക്കൂ, ഞാൻ പറഞ്ഞല്ലോ, ഇത്തരം ഒരു കൂടിക്കാഴ്ചയിൽ അപശബ്ദങ്ങൾ ഉണ്ടാക്കുന്നത് വാടകയ്ക്ക് എടുക്കപ്പെട്ട നാവുകളാണ്. ഞാനത് കൃത്യമായി പറയുന്നു. CBI മീറ്റിംഗിൽ ആദ്യന്തം പങ്കെടുത്ത മേജർ ആർച്ച് ബിഷപ്പ് പറയുന്നു സിറോ മലബാർ സഭയ്ക്കെതിരെ ഒരു പരാമർശമില്ലെന്ന് പറയുമ്പോൾ മാധ്യമ പ്രവർത്തകർ സമ്മതിക്കില്ല. പങ്കെടുത്ത നിങ്ങളല്ല, വെളിയിൽ നിന്ന് ഞങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് സ്ഥാപിക്കാനുള്ള ഒരു വ്യഗ്രത ഇവിടെ അപർണ പോലും കാണിക്കുന്നത് കഷ്ടം എന്നേ പറയുള്ളൂ. ഞാനിനി അതിന്റെ അടുത്തൊരു തലത്തിലേക്ക് കിടക്കാം. കാരണം അപർണയ്ക്ക് മണിപ്പൂരിലേക്ക് നമുക്ക് കടക്കാം. മണിപ്പൂരിൽ നമുക്ക് കടന്നുകൊണ്ട് തന്നെ പോകാം. ഞാൻ ആ രാഷ്ട്രീയ തലം കഴിഞ്ഞിട്ട് മണിപ്പൂരിലേക്ക് തന്നെ വരും. ശ്രീ കെന്നഡി കരിമിങ്ങാലയിൽ, രാഷ്ട്രീയം ഇപ്പോ ബഹുമാനപ്പെട്ട കവിയിലച്ചൻ കത്തോലിക്ക കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉത്തര പോസ്റ്റിലിരിക്കുന്നതാണ്. അദ്ദേഹവും സഭയുടെ വക്താക്കളുമൊക്കെ ഇതിനകത്ത് രാഷ്ട്രീയം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. മേജർ ആർച്ച് ബിഷപ്പും അത് വ്യക്തമാക്കി. എനിക്ക് തോന്നുന്നു BJPയുടെ ബന്ധപ്പെട്ട വ്യക്തികളും ഏകദേശമൊക്കെ ആ ഒരു തരത്തിൽ തന്നെ പറയും എന്ന് കരുതാം. പക്ഷേ ഞാനൊരു BJP അംഗമല്ലാത്തതുകൊണ്ടും ഞാൻ സഭയുടെ ഒരു ഔദ്യോഗിക നാവല്ലാത്തതും കൊണ്ട് തന്നെ എനിക്ക് എന്നാൽ ഒരു സഭാവിശ്വാസി സഭയുടെ കാര്യങ്ങളിൽ വളരെ നന്നായി പല തലങ്ങളിൽ ഇടപെടുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലും എനിക്ക് എന്റെ അഭിപ്രായം ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ തുറന്നു പറയാൻ മടിയില്ലാത്തതുകൊണ്ടും ഞാൻ കാണുന്നത് പറയാതിരിക്കാൻ കഴിയില്ല. ഞാൻ അതിൽ വ്യക്തമായ രാഷ്ട്രീയം കാണുന്നു. അപർണ, ഇന്ന് സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് പ്രധാനമന്ത്രിയെ കണ്ടെങ്കിൽ അതിനകത്ത്
ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ പ്രഖ്യാപിക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ ഇങ്ങനൊരു കാഴ്ച ഇപ്പോൾ ഉണ്ടാവുന്നെങ്കിൽ, അത് ആര് താല്പര്യപ്പെടുത്തിയിട്ടാണെങ്കിലും അങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടാവുന്നെങ്കിൽ അതിന് ഒരു റിഫ്ലക്ഷൻ തീർച്ചയായും ഉണ്ടാവും. കാരണം ഇത് ഒരു ആദ്യമായിട്ടല്ലല്ലോ ഇങ്ങനൊരു അഭിപ്രായവും ഇങ്ങനൊരു കൂടിക്കാഴ്ചയും ഉണ്ടാവുന്നത്. ഇപ്പോഴത്തെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവിന് മുമ്പ് ഇരുന്ന ആലിഞ്ചേരി പിതാവും ഇത്തരം നീക്കങ്ങൾ തന്നെ നേരത്തെ നടത്തിയിരുന്നത് നമുക്ക് കാണാം. സിനഡ് അംഗങ്ങളായ പാലാ ബിഷപ്പും പാംബ്ലാനി പിതാവും അടക്കമുള്ളവരുടെ വാചകങ്ങളും പെട്ടെന്ന് നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്ന് മാഞ്ഞു പോകുന്നതല്ലോ. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അപർണ ഇതിനകത്ത് രാഷ്ട്രീയമുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ ഏതായാലും ഖണ്ഡിക്കാൻ വരില്ല അപർണ. തീർച്ചയായിട്ടും. ഓക്കെ, കെന്നഡി കരിമ്പുകാലയിൽ അതൊരു തുറന്ന നിലപാടാണ്. അതിന് നന്ദി. ഞാൻ തിരികെ എത്താം അഡ്വക്കേറ്റ് നോബിൾ മാത്യുവിലേക്ക് കൂടി. ശ്രീ നോബിൾ മാത്യു, BJPയുടെ പ്രതീക്ഷ എന്താണ് ഈ കൂടിക്കാഴ്ചയിൽ? ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ, ഞാൻ BJPയുടെ കോട്ടയം ജില്ലാ പ്രസിഡൻ്റായിരുന്നു. അതോടൊപ്പം ഇപ്പോൾ ഞാൻ BJPയുടെ ന്യൂനപക്ഷ മോർച്ചയുടെ ദേശീയ വൈസ് പ്രസിഡൻ്റാണ്. അതിനു മുമ്പ് ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപത സീറോ മലബാർ സഭയുടെ ആ രൂപതയുടെ പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ഞാൻ BJPയിൽ ചേരുന്നതിന് മുമ്പ് തന്നെ ഒരു സഭാംഗമാണ്. ഈ സഭാംഗം എന്നുള്ള നിലയിൽ ഇന്നത്തെ ചർച്ചയെ കാണുന്നത് നമ്മുടെ റാഫേൽ തട്ടിൽ പിതാവിനെ മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുത്തു കാക്കനാട് വെച്ച്. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ അഭിനന്ദനായ പ്രധാനമന്ത്രി തട്ടിൽ പിതാവിനെ അഭിനന്ദിച്ചുകൊണ്ട് തന്നെ സന്ദേശം നൽകി. ആ സന്ദേശം നൽകിയപ്പോൾ അഭിനന്ദനായ തട്ടിൽ പിതാവ് ഇപ്പോൾ ഡൽഹിയിലുണ്ട്. അവിടെ ഫരീദാബാദ് രൂപതയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ സ്വീകരണ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ അവിടെ പോയപ്പോൾ പ്രധാനമന്ത്രിയെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. പ്രധാനമന്ത്രി കാണാൻ അവസരം നൽകി. അല്ല, ഞാൻ ആ കൂടിക്കാഴ്ചയിൽ അഡ്വക്കേറ്റ് നോബിൾ മാത്യു, ഒരു വിഷയമുണ്ട്. ഞാൻ ഈ നേരത്തെ ഫാദർ ഫിലിപ്പ് കവിയലിനോടും കെന്നഡി കരിമ്പുകാലോടും ചോദിച്ച ചോദ്യമല്ല താങ്കളോട് ചോദിച്ചത്. ഇതിനകത്ത് രാഷ്ട്രീയമുണ്ടോ എന്നല്ല ചോദിക്കുന്നത്. അങ്ങനെ ഒരു ചോദ്യം ഞാൻ BJPയോട് ചോദിക്കുന്നില്ല. BJP ഇതിൽ കാണുന്ന പ്രതീക്ഷ എന്താണ്? രാഷ്ട്രീയമായ BJP ഇതിനകത്ത് കാണുന്ന പ്രതീക്ഷ എന്താണ്? ഒരു പ്രതീക്ഷയില്ല എന്നാണോ? അല്ല, BJP രാഷ്ട്രീയം എപ്പോഴും കാണുമല്ലോ. BJP എന്ന പ്രസ്ഥാനം രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെ നേതാവാണ്. ആ BJPയുടെ രാഷ്ട്രീയം, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തിക്കുന്നത് അധികാരത്തിൽ വരാൻ വേണ്ടിയാണ്. എല്ലാ സംഘടനകളുടെയും പിന്തുണ നേടാൻ വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ BJP ഈ കേരളത്തിലെ ക്രൈസ്തവർക്കിടയിൽ, മുസ്ലിങ്ങൾക്കിടയിൽ BJPയെക്കുറിച്ച് ധാരണകളല്ല, തെറ്റിദ്ധാരണകളാണ് കൂടുതലുള്ളത്. ആ തെറ്റിദ്ധാരണകൾ മാറ്റുവാൻ, കൂടുതൽ അടുക്കുവാനുള്ള ശ്രമങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ മാസങ്ങളായിട്ട് ഇവിടെ ശ്രമിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഈസ്റ്റർ ദിനത്തിൽ, അതുപോലെ ക്രിസ്മസ് ദിനത്തിൽ ഞങ്ങൾ പ്രധാനപ്പെട്ട ക്രൈസ്തവ നേതാക്കന്മാരുടെ വീടുകൾ സന്ദർശിച്ചു, ക്രൈസ്തവരുടെ വീടുകൾ സന്ദർശിച്ചു. ഈ BJPയും കേരളത്തിലെ ക്രൈസ്തവരും തമ്മിലുണ്ടാക്കിയിരിക്കുന്ന അകലം ഇല്ലാതാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങൾ നടത്തുന്നുണ്ട്. അത് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. അത് മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഞാൻ വളരെ പറഞ്ഞോളൂ. അതിന്റെ ഭാഗമായിട്ടല്ല എന്ന് താങ്കൾ പറഞ്ഞത് മുഴുമിപ്പിക്കും. അപ്പൊ ഞാൻ പറയട്ടെ. അപ്പൊ ഇന്ന് അഭിനന്ദനായ റാഫേൽ തട്ടിൽ പിതാവ് സീറോ മലബാർ സഭയുടെ തന്നെ ഒരു മാധ്യമ കമ്മീഷനുണ്ട്. അഭിനന്ദനായ നമ്മുടെ പാംബ്ലാനി പിതാവ്, സെബാസ്റ്റ്യൻ, നമ്മുടെ വാണിയപ്പുരയ്ക്കൽ പിതാവ്, അതുപോലെ തന്നെ നമ്മുടെ പോളി കണ്ണിക്കാരൻ പിതാവ്, ഇവരടങ്ങുന്ന ഒരു മാധ്യമ കമ്മീഷനുണ്ട്. ആ കമ്മീഷൻ്റെതായിട്ട് ഒരു പ്രസ് റിലീസ് കാക്കനാട് നിന്നും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഇതാണ്: അഭിനന്ദ റാഫേൽ തട്ടിൽ പിതാവിനെ അന്ന് അഭിനന്ദിച്ചു, തിരിച്ച് ഇന്ന് കണ്ടപ്പോൾ വീണ്ടും അഭിനന്ദനം പറഞ്ഞു. അപ്പോൾ സഭയുടെ പൊതുവായ കാര്യങ്ങൾ ചർച്ച ചെയ്തു. അതുകൂടാതെ സഭയുടെ നിലപാട് അഡ്വക്കേറ്റ് നോബിൾ മാത്യു, സഭ നിലപാട് വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഒളിഞ്ഞും തെളിഞ്ഞുമാണോ നിലപാട് പറയുന്നത്? നിൽക്കട്ടെ,
BJP-യെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ട് ചോദിക്കാം, തൃശ്ശൂരിൽ ലക്ഷ്യമിടുന്ന BJP-യെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിൽ ഏറെ സ്വാധീനമുള്ള ഒരു വൈദികൻ കൂടിയാണ് റാഫേൽ തട്ടിൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് വൈദികനുള്ള സ്വാധീനം, സഭയ്ക്കുള്ള സ്വാധീനം, ക്രൈസ്തവ ന്യൂനപക്ഷ വോട്ടുകൾ, അത് ഇതിനകത്ത് വർക്കൗട്ട് ആകും എന്നുള്ളൊരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ട് അല്ലേ? അല്ല അപർണ, അതിന് ഉത്തരവും തൃശ്ശൂർ മാത്രമല്ല BJP ലക്ഷ്യമിടുന്നത്. കേരളത്തിലെ 20 സീറ്റ് BJP ലക്ഷ്യമിടുക. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞത് 6 സീറ്റെങ്കിലും വിജയിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം നടക്കുന്നു. അപ്പം 20 സീറ്റും ലക്ഷ്യമിട്ടുകൊണ്ടാണ് പോകുന്നത്, അല്ലാതെ തൃശ്ശൂർ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടല്ലല്ലോ ഞങ്ങൾ പോകുന്നത്. അതുകൊണ്ട് അതും ഇതും തമ്മിൽ കൂട്ടിക്കലർത്തേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. അപ്പൊ ആ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ചെയ്യുന്നത് എന്താണ്? ഞങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ഇല്ലാതാക്കും. ഞങ്ങൾ ഈ നമ്മുടെ രാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടി സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ പ്രയാസ്, സബ്കാ വിശ്വാസ്, എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് എല്ലാവരുടെയും പ്രയത്നത്തിന്റെ ഫലമായി ഭാരതത്തെ ലോകത്തിന്റെ ഉദാത്തവും ഉത്തുംഗവുമായ ശൃംഖലത്തിലെത്തിക്കുക എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ലക്ഷ്യം. ഇപ്പൊ തന്നെ നമ്മൾ 5ാം സ്ഥാനത്തായിരിക്കുന്നു. നരേന്ദ്രമോദി വന്നപ്പോൾ നമ്മുടെ രാജ്യം 11ാം സാമ്പത്തിക ശക്തിയായിരുന്നു, ഇപ്പൊ 5ാം സാമ്പത്തിക ശക്തിയായി. അദ്ദേഹം തന്നെ പറഞ്ഞു അടുത്ത 3ാം വരവിൽ കുറഞ്ഞ 3ാം സാമ്പത്തിക ശക്തിയാവും. അങ്ങനെ വീണ്ടും ആ ഭാരതത്തിന്റെ പരമവൈഭവം അത് ലക്ഷ്യമിട്ട് കൊണ്ടുപോകുമ്പോൾ എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് മുന്നേറുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് രാഷ്ട്രീയ പ്രവർത്തനം എല്ലാം നടക്കുന്നത്. അത് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് BJP പറയുന്നു. ആ ഒരു പ്രതീക്ഷയുണ്ട്. അത് തൃശ്ശൂർ മാത്രമല്ല എന്നുള്ളത് അത് വളരെ ശ്ലാഘനീയമായിട്ടുള്ള ഒരു കമന്റ് തന്നെയാണ്. ശ്രീ ജേക്കബ് ജോർജ്, സിറോ മലബാർ സഭ നടത്തുന്ന നീക്കങ്ങൾ, കൂടിക്കാഴ്ചകളടക്കം നടത്തുന്ന നീക്കങ്ങളിൽ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള സന്ദേശങ്ങളും അത്തരം ഹിന്റുകളുമാണോ സഭാവിശ്വാസികൾക്ക് നൽകുന്നത്, പുറത്തേക്ക് നൽകുന്നത് എന്നതാണ് ചോദ്യം. വ്യക്തമായ രാഷ്ട്രീയം ഇതിനകത്തുണ്ട്, അതിനെന്താണ് തെറ്റ് എന്ന് കാത്തലിക് ഫോറത്തിന്റെ പ്രതിനിധി ചോദിക്കുന്നു. BJP-യുടെ ക്രൈസ്തവ പ്രതീക്ഷകൾ ഇതിനകത്ത് പറയുന്നു. സഭയ്ക്ക് ലത്തീൻ സഭയൊക്കെ എടുക്കുന്ന വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള നിലപാടുണ്ടല്ലോ, ആ രീതിയിലുള്ള ഒരു നിലപാടിൽ ഇതാണ് രാഷ്ട്രീയ നിലപാട് എന്ന് വ്യക്തമാക്കാൻ മടി എന്തുകൊണ്ടായിരിക്കും? വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് മാത്രം ഈ സന്ദർശനങ്ങളെ പുറത്തേക്ക് പോർട്രേ ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും സഭ? ശരിക്കും അപർണ, ഈ ബഹുമാനപ്പെട്ട 3 വ്യത്യസ്ത ധാരകളിൽ നിന്നുള്ളവർ പങ്കെടുത്ത ചർച്ച രസമുണ്ട്, കേൾക്കാൻ രസമുണ്ട്. ഇത് രാഷ്ട്രീയമാണോ എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയമാണ്. അതേസമയം അതിസങ്കീർണമായ അപകടകരമായ ചില സന്ദേശങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. അതാണ് ഞാൻ കാണുന്നത്. ബഹുമാനപ്പെട്ട നോബിൾ മാത്യു ഞങ്ങൾ നേരിട്ട് പരിചയമില്ല അപർണ, പക്ഷേ എനിക്കറിയാം നോബിൾ മാത്യു. അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തകൻ, BJP രാഷ്ട്രീയമാണ്. ഇത് യാതൊരു എനിക്ക് സന്തോഷം, അതൊക്കെ ആവട്ടെ, രാഷ്ട്രീയ നേതാവാകട്ടെ. പക്ഷേ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയം പറയരുത്, അത് ശരിയല്ല. ക്രിസ്ത്യാനികളെ, കത്തോലിക്കരെ, ക്രിസ്ത്യൻ സമുദായത്തെയാണ് ഞങ്ങൾ നോക്കുന്നത്, ലക്ഷ്യമിടുന്നത് എന്ന് പറയുമ്പോൾ അത് തെറ്റാണ് എന്ന് പറയും ഞാൻ. കേരളത്തിൽ ഒരു കാലത്ത് തെറ്റിദ്ധാരണ, അദ്ദേഹം പറഞ്ഞൊരു പ്രയോഗമാണ്, ബഹുമാനപ്പെട്ട നോബിൾ മാത്യു പറഞ്ഞത്, ക്രിസ്ത്യാനികൾക്ക് ചില തെറ്റിദ്ധാരണകളുണ്ട്. അപർണ, എന്താ തെറ്റിദ്ധാരണ? നിലയ്ക്കൽ സമരം, ഞാനെന്ന് മാതൃഭൂമിയിൽ സബ് എഡിറ്ററാണ് തിരുവനന്തപുരത്ത്. അപർണ, മാതൃഭൂമിയിൽ നമ്മളിങ്ങനെ, എൻ്റെ നാട് അവിടെയാണ്, കോഴഞ്ചേരി മാരാമൺ പ്രദേശത്ത്. അവിടെ നിന്ന് വരുന്ന വാർത്തകൾ ഞാൻ തിരുവനന്തപുരത്ത് എൻ്റെ ഡെസ്കിൽ നിന്ന് കാണാം. നമുക്ക് നേരിട്ട് മാതൃഭൂമി കറസ്പോണ്ടൻ്റ് അയക്കുന്ന റിപ്പോർട്ടറാണ്. ക്രിസ്ത്യാനികൾ പേടിച്ച് വിറങ്ങലിച്ച് രാത്രിയും പകലും കഴിച്ചു കൂട്ടിയ കുറേ ദിവസങ്ങൾ വർഗീയ ലഹളയുടെ വക്കത്തെത്തി. അന്ന് ശബരിമലയുടെ നമ്മുടെ കുമ്മനം രാജശേഖരനാണ് നേതൃത്വം കൊടുത്തത്. പിന്നീട് 84-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹിന്ദു മുന്നണി സ്ഥാനാർത്ഥി കേരളവർമ്മ രാജ തിരുവനന്തപുരത്ത് മത്സരിച്ചു. ഹിന്ദു മുന്നണി സ്ഥാനാർത്ഥി. അന്ന് ക്രിസ്ത്യാനികളെ ആർക്കും വേണ്ടായിരുന്നല്ലോ, ബഹുമാനപ്പെട്ട നോബിൾ മാത്യു. അന്ന് കത്തോലിക്കരെ ആർക്കും വേണ്ടായിരുന്നല്ലോ. മാരാമണ്ണുള്ളത് മർത്തോമ സഭയുടെ കേന്ദ്രമാണ്, മാരാമണ്ണും തിരുവല്ലയും ഒക്കെ. മാരാമണ്ണ് കൺവെൻഷൻ 11-ാം തീയതി തുടങ്ങാൻ പോവാണ്. ഞാൻ അവിടുത്തെ മർത്തോമ പള്ളിയിലെ ഒരു അംഗമാണ്. അന്ന് മാരാമൺ കൺവെൻഷൻ 100-120 വർഷത്തിലേറെയായി മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് മാരാമൺ മണപ്പുറത്താണ്. ഈ വേനലൊക്കെ ആകുമ്പോഴത്തേക്ക് ഫെബ്രുവരി മാസത്തിൽ അവിടെ വെള്ളം ഒഴിയും, മണൽപ്പുറം വളരെ നല്ലൊരു കൺവെൻഷൻ നടത്താനുള്ള കേന്ദ്രമാകും.
ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മർത്തോമ സഭയുടെ വലിയൊരു ആത്മീയ കൂട്ടായ്മയാണത്. ആ സഭ മർത്തോമ സഭയുടെ മാരാമൺ കൺവെൻഷൻ മാരാമണ്ണം നടത്താതിരിക്കാൻ RSS നടത്തിയ ഗൂഢാലോചന, പരസ്യമായ നീക്കങ്ങൾ, അതിനെതിരെ മർത്തോമ സഭയല്ല സമൂഹം ഒന്നാകെ ഉടന്നു. EK നയനാർ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്താണോ പ്രതിപക്ഷ നേതാവായിരുന്നു, അദ്ദേഹം മുന്നോട്ടിറങ്ങി പ്രസ്താവന നടത്തി, മാരാമൺ കൺവെൻഷൻ തടയാൻ വരുന്നവൻ്റെ കൈ ഞങ്ങൾ വെട്ടുമെന്ന്. നോബൽ മാത്യു, ഇത് ധാരണയല്ല, തെറ്റിദ്ധാരണയല്ല, എന്ത് വേണമെങ്കിലും വിശേഷിപ്പിച്ചു. സ്റ്റാൻ സ്വാമി മറന്നുപോയോ? കത്തോലിക്കരും മറന്നുമോ? നമ്മുടെ ഒരു അച്ഛൻ അവിടെ ഇരിപ്പുണ്ടല്ലോ, സ്റ്റാൻ സ്വാമി അറിയാമല്ലോ. മണിപ്പൂർ, ഇന്നും ഉത്തർപ്രദേശ് അതുപോലെയുള്ള നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യൻ പള്ളികളിൽ ആരാധനയ്ക്ക് സ്വതന്ത്രമായിട്ട് പോകാൻ ക്രിസ്ത്യാനികൾക്ക് സ്വാതന്ത്ര്യമുണ്ടോ നോബിൾ മാത്യു? എനിക്ക് തോന്നുന്നില്ല. എന്നിട്ട് കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ വോട്ട് വേണം, ഇവിടുത്തെ ഹിന്ദുക്കളുടെ വോട്ട് കിട്ടാനാണ് നോക്കിയത്. അപർണ കുറുപ്പെന്നാണ് എൻ്റെ കൂടെ ഇരിക്കുന്ന ഈ ആങ്കറിൻ്റെ പേര്. ആദ്യം ബഹുമാനപ്പെട്ട ഫിലിപ്പല്ല കെന്നഡി പറഞ്ഞുവല്ലോ, അപർണ കുറുപ്പ് എന്താണ് ഉദ്ദേശിക്കുന്നത്, ദുരുദ്ദേശമാണ് ഇതിട്ടേക്കുന്നത് തലക്കെട്ടെന്ന്. അപർണ കുറുപ്പിനോട് കെന്നഡി പറയുകയാണ്, കത്തോലിക്ക സഭയുടെ നേതാവ് പറയുകയാണ്, നിങ്ങൾ പറയുന്നത് ദുരുദ്ദേശപരമാണ്. ഇതാണ് കേരളത്തിൻ്റെ സെക്കുലർ മനസ്സ്. കെന്നഡി, പ്രിയപ്പെട്ട കെന്നഡി, ഓർക്കണം. ഈ മനസ്സ് കൊണ്ടാണ് കേരളം ഇന്നും സ്വച്ഛ സുന്ദരമായ സംസ്ഥാനമായിട്ടിരിക്കുന്നത്. ഇവിടെ BJPക്ക് കടന്നു വരാൻ കഴിയുന്നില്ലെങ്കിൽ അതിന് കാരണമെന്താണെന്ന് BJP നേതൃത്വം ആലോചിക്കണം. ഇവിടുത്തെ ക്രിസ്ത്യാനികളല്ല പ്രശ്നം, ഇവിടുത്തെ മുസ്ലിങ്ങളല്ല പ്രശ്നം. BJPക്ക് തടയിടുന്നത്, BJPയെ ഇങ്ങോട്ട് കടത്താതിരിക്കുന്നത്, RSSന്റെ വാദം, തീവ്രവാദം, തീവ്ര ഹിന്ദുത്വ ഇവിടെ ചെലവാകാതിരിക്കുന്നത് ഇവിടുത്തെ ഹിന്ദു മനസ്സിന്റെ ശക്തി കൊണ്ടാണ്. ഫാദർ ഫിലിപ്പ് കവിയിൽ മാരാമൺ കൺവെൻഷനിൽ നിന്ന് മണിപ്പൂരിലേക്ക് എത്തി നിൽക്കണം. അതിൽ പ്രശ്നങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. പ്രതിപക്ഷം പറയുന്നത് പ്രധാനമന്ത്രി ഒരിക്കൽ പോലും മണിപ്പൂരിൽ പോയിട്ടില്ലെന്നാണ്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോഴത്തെ ഒരു മണിപ്പൂരിലൊരു അവസ്ഥയുണ്ടല്ലോ, അതിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? അതറിഞ്ഞ ശേഷമേ എനിക്ക് അടുത്ത ചോദ്യം ചോദിക്കാൻ പറ്റുള്ളൂ. എനിക്ക് ശ്രീമതി അപർണ കുറുപ്പിനോട് അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായിട്ട് പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട അഭിമന്യ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവ് ഡൽഹിയിൽ വെച്ച് കാണാൻ പോയത് ഒരു ഭീകരനെയാണോ അതോ ഒരു രാഷ്ട്രത്തിൻ്റെ സമുന്നത നേതാവായ ഭരണാധികാരിയാണോ? ഈ പ്രധാനമന്ത്രിയെ സീറോ മലബാർ സഭയുടെ, കത്തോലിക്ക സഭയുടെ സീറോ മലബാർ വിഭാഗത്തിൻ്റെ തലവൻ പോയി കാണുന്നതിന് എന്തിനാണ് ഇത്ര അസഹിഷ്ണുതയോടെ കാണുന്നത്? അതെനിക്ക് മനസ്സിലാകുന്നില്ല. അതിലെന്തിനാണ് നിങ്ങൾ വളരെ ചർച്ചയിൽ അസഹിഷ്ണുതയില്ല, ആ ചോദ്യത്തിൽ അസഹിഷ്ണുതയില്ല. BJP വളരെ വ്യക്തമായിട്ട് അഡ്വക്കേറ്റ് നോബൽ മാത്യു പറയുന്നുണ്ട്, ഇതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയം കാണാതിരിക്കുന്നില്ല, രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട്. കാത്തലിക് ഫോറത്തിനും അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. ഇതൊരു ചോദ്യം ഉന്നയിക്കപ്പെടുന്നത്, അങ്ങനെ ഒരു രാഷ്ട്രീയം ഉണ്ടെങ്കിൽ അത് വ്യക്തമാക്കിക്കൂടെ സീറോ മലബാർ സഭയ്ക്ക് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വ്യക്തമായിട്ട് പറയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന ഒരു സാഹചര്യമാണ്. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. ഞാൻ പറയുന്നത് കൂടി കേൾക്കൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവിടെ നിൽക്കട്ടെ. ഞങ്ങളുടെ കത്തോലിക്ക സഭയുടെ കൃത്യമായ സന്ദേശം അഭിമന്യ റാഫേൽ പിതാവ് പറഞ്ഞല്ലോ. ഞങ്ങൾക്കില്ലാത്ത ഒരു രാഷ്ട്രീയ സന്ദേശം നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ മേലെ ആരോപിക്കുന്നത്? ഇനി അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ രാഷ്ട്രത്തിൻ്റെ കാര്യങ്ങൾ ഇടപെടുന്നത്, അതിൽ രാഷ്ട്രീയത്തിൽ തീർച്ചയായിട്ടും ഓരോ പൗരനും ഇടപെടാം. കക്ഷി രാഷ്ട്രീയത്തിൽ ഇടപെടാനും ചായ്വ് കാണിക്കാൻ പോകുമ്പോഴാണ് പ്രശ്നമെന്ന് ഞാൻ കരുതുന്നു. മണിപ്പൂരിലെ വിഷയം തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പക്ഷേ ആ വിഷയം പറയുവാൻ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വേദികളുണ്ട്. റാഫേൽ പിതാവ് കൃത്യം പറഞ്ഞല്ലോ. CBCI ഈ പ്രശ്നം വളരെ കൃത്യമായി സർക്കാരിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കും. അതുമാത്രമല്ല, ഇന്ന് കേരളത്തിൽ താമസിക്കുന്ന ക്രൈസ്തവരുടെയും സാധാരണക്കാരുടെയും വിഷയം കൂടി ഞങ്ങൾക്ക് പ്രധാനമാണ്. ഞങ്ങൾക്കിവിടെ അതിജീവനത്തിന് വേണ്ടി ബുദ്ധിമുട്ടേണ്ട ഒരു സ്ഥിതി വിശേഷം സംജാതമായിരിക്കുകയാണ്. അതുകൊണ്ടാണ് കത്തോലിക്ക കോൺഗ്രസ് തന്നെ വളരെ അടുത്ത നാളുകളിൽ അതിജീവന യാത്ര കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ നടത്തിയത്. ഈ നാട്ടിലെ റബ്ബർ കർഷകരുടെയും നെൽ കർഷകരുടെയും സാധാരണ കർഷകരുടെയും വിഷയം സർക്കാരുകൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. കേരള സർക്കാരിൻ്റെ മുമ്പിൽ എത്ര തവണ കേണപേക്ഷിച്ചു. എന്നിട്ട് ഇത്തവണത്തെ ബഡ്ജറ്റിൽ എന്താണ് ചെയ്തിരിക്കുന്നത്? 10 രൂപ റബ്ബറിന് കൂട്ടിക്കൊടുത്തിരിക്കുകയാണ്.
എന്തേ ഈ കർഷകരെ അപമാനിക്കുന്ന തുല്യമല്ലേ അത്? 250 രൂപ നയപ്രഖ്യാപന രേഖയിൽ വാഗ്ദാനം ചെയ്ത ഇടതുമുന്നണി സർക്കാർ വെറും 10 രൂപ തന്നിട്ട് ആളുകളെ കളിയാക്കുന്നത് പോലെയല്ലേ? ഈ വിഷയങ്ങളൊക്കെ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? ഇവിടെ സർവ്വതിനും ആളുകൾ വർഗീയതയും ചേരുതിരിവും കാണുകയാണ്. സാധാരണക്കാരൻ്റെ വിഷയങ്ങൾ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? അതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. അഭിമന്യ റാഫേൽ പിതാവ് പ്രധാനമന്ത്രിയെ പോയി കണ്ടത് ഒരു തെറ്റാണെന്ന് ശ്രീമതി അപർണ കാണുന്നുണ്ടോ? എനിക്ക് അതിന്റെ ഉത്തരം കിട്ടാൻ അങ്ങനെ യാതൊരു ധാരണ ഇതിലില്ല. ഈ ചർച്ച ആ തലത്തിലല്ല ഡിസ്കസ് ചെയ്യപ്പെടുന്നതും. സിറോ മലബാർ സഭയുടെ വിശ്വാസികൾ, അൽമായർ വിശ്വാസി കൂട്ടായ്മകൾ കരുതുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ കൂടിക്കാഴ്ചകളിൽ വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ മറന്നുപോകുന്നു അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകുന്നു എന്നുള്ള അഭിപ്രായം സഭയ്ക്കകത്തില്ലേ? സീറോ മലബാർ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അൽമായ കൂട്ടായ്മയാണ് കത്തോലിക്ക കോൺഗ്രസ്. കത്തോലിക്ക കോൺഗ്രസിൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. കത്തോലിക്ക കോൺഗ്രസിൻ്റെ സമുന്നതരായ അൽമായ നേതാക്കൾ, പ്രധാനപ്പെട്ട നേതാക്കൾ, അത് ഉദാഹരണത്തിന് അഡ്വക്കേറ്റ് ബിജു പറയുന്നതിലും സീറോ മലബാർ സഭയുടെ അൽമായ സമുദായ നേതൃത്വത്തിൻ്റെ പ്രസിഡൻ്റാണ്. അദ്ദേഹം തന്നെ പലതവണ ഈ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞത് പത്രങ്ങളിലൂടെ വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ ജനറൽ സെക്രട്ടറി ശ്രീ രാജീവ് സാറ്, പ്രൊഫസർ രാജീവ് സാറ് ഈ കാര്യത്തെക്കുറിച്ച് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അനേകം വേദികളിൽ സമുദായ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസ് പറയാത്ത ഒരു അഭിപ്രായത്തിനപ്പുറത്തേക്ക് മറ്റുള്ളവർ പറഞ്ഞു എന്ന് പറയുന്നതിൽ കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. സീറോ മലബാർ സഭയുടെ ഹൈറാർക്കിയും ഒരുമിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഒരു വാചകം ഞാൻ പറയാം. ഏകാധിപത്യ പ്രവണതകളുടെ അപകട സാധ്യതകളെക്കുറിച്ച് പുറത്തു പറയുക എന്ന ഉത്തരവാദിത്തം നിസാര നേട്ടങ്ങൾക്ക് വേണ്ടി നിറവേറ്റാതിരുന്നാൽ കാലം മാപ്പ് തരില്ല. സഭാ നേതൃത്വം ഇത് മറന്നു പോകരുത്. ഇത് പറഞ്ഞത്, ഇത് വന്നിട്ട് 6 മാസമായി കാണും. എറണാകുളം അങ്കമാലി അതിരൂപത മുഖപത്രം സത്യദീപത്തിൽ നിന്നുള്ള വിമർശനമാണ്. അന്ന് വിചാരധാരയോ വചനധാരയോ ആ എഡിറ്റോറിയൽ ഫാദറിന് ഓർമ്മയുണ്ടാകുമെന്ന് കരുതുന്നു. ഈ കാര്യത്തെപ്പറ്റി എനിക്ക് പറയാനുള്ളത്, സീറോ മലബാർ സഭയുടെ ഔദ്യോഗികമായ മുഖപത്രമല്ല സത്യദീപം. അത് എറണാകുളം രൂപതയുടെ ഒരു പ്രസിദ്ധീകരണമാണ്. സീറോ മലബാർ സഭയുടെ ഔദ്യോഗികമായ അഭിപ്രായം പറയുന്നത് സീറോ മലബാർ സഭ സിനഡാണ്. ഈ സിനഡൽ കമ്മീഷൻ്റെ ന്യൂസ് ബുള്ളറ്റിനിലാണ് നമ്മളത് കാണേണ്ടത്. അതുപോലെ തന്നെ സീറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷൻ ഔദ്യോഗികമായിട്ട് കുറിപ്പുകളിലൂടെ കാലാകാലങ്ങളിൽ സഭയുടെ അഭിപ്രായം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തേ അതൊന്നും നിങ്ങൾ പരിഗണിക്കാത്തത്? ശ്രീ ജേക്കബ് ജോർജ്, പല മുറിവുകളും മറക്കാറായിട്ടുണ്ട്. പറയുന്നത് സാധാരണക്കാരുടെ വിഷയമാണല്ലോ എന്ന് പറയുമ്പോൾ മാർ ജോസഫ്, ഞാൻ താങ്കളിലേക്ക് വരാം. ജോസഫ് പാംബ്ലാനി പറഞ്ഞ പോലെ റബ്ബർ കർഷകരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതിന് താങ്ങുവില കിട്ടിയാൽ BJPക്ക് വോട്ട് ചെയ്യാമല്ലോ എന്നുള്ള രീതിയിലുള്ള അദ്ദേഹം നടത്തിയൊരു പ്രസ്താവനയുണ്ട്. സാധാരണക്കാരുടെ വിഷയമാണ് കേരളത്തിൽ നിന്ന് സംസാരിക്കുന്നത്. എന്തിനാണ് പുറത്തോട്ട് പോകുന്നത്? ഞങ്ങൾ സംസാരിക്കുന്നത് സാധാരണ വിഷയങ്ങളാണ്. ബഡ്ജറ്റിനകത്ത് എന്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, എന്ത് ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്നുള്ള വിഷയമാണ് എന്ന് സംസാരിക്കുന്ന ഇടത്ത് അതൊരു സാധാരണക്കാരുടെ വിഷയം അഡ്രസ്സ് ചെയ്യില്ലല്ലേ? ആ രീതിയിൽ ഇതിനെ കണ്ടാൽ പോരെ? അതിനെ കാണാം, യാതൊരു സംശയമില്ല. അച്ഛൻ പറഞ്ഞത് വളരെ സെൻസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതിനകത്ത് അച്ഛൻ്റേതായ അല്ലെങ്കിൽ അച്ഛൻ്റെ സമുദായത്തിൻ്റേതായ രാഷ്ട്രീയമുണ്ട്. തീർച്ചയായിട്ടും രാഷ്ട്രീയം പറയാനുള്ളത് തന്നെയാണ്. പറയുന്നതിനോട് എനിക്ക് യാതൊരു വിരോധവുമില്ല. പക്ഷേ ഇതിനകത്ത് ബഹുമാനപ്പെട്ട തട്ടിൽ പിതാവ് ഡൽഹി പോയപ്പോൾ പ്രധാനമന്ത്രിയെ കണ്ടതിന് അപർണ സാങ്കേതികമായിട്ട് അതിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. മാധ്യമപ്രവർത്തകരെന്ന നിലയ്ക്ക് അപർണയ്ക്കോ എനിക്കോ അതിനെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തുകയില്ല. അത് ഭംഗിയായി അതല്ല വിഷയം. ഞാൻ ഈ പറഞ്ഞത്, ഞാൻ കഴിഞ്ഞ തവണ അല്പം ഇമോഷണലായിട്ട് ഞാൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട നോബിൾ മാത്യു പറഞ്ഞതിനെ കുറിച്ചാണ്. ക്രിസ്ത്യാനികൾക്ക് തെറ്റിദ്ധാരണയുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്കത് പറയാതിരിക്കാൻ പറ്റുമോ? അത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. വച്ചാൽ എനിക്ക് അങ്ങനത്തെ വിരോധമില്ല. പക്ഷേ നമ്മൾ രാഷ്ട്രീയം കാണണം. അല്ലല്ല, അപ്പം ഞാനൊന്ന് പറഞ്ഞോട്ടെ അപർണ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതായത് ബഹുമാനപ്പെട്ട ജേക്കബ് ജോർജ് സാർ, അദ്ദേഹം കോട്ടയത്തുൾപ്പെടെ പത്രപ്രവർത്തകനായിട്ടിരുന്നപ്പോൾ ഞാൻ കേരള വിദ്യാർത്ഥി കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റായിട്ടും സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടും സംസ്ഥാന പ്രസിഡന്റ് ഒക്കെ ആയിട്ട് അദ്ദേഹത്തിന്റെ അടുക്കൽ പോയിട്ടുള്ള ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു തോമസ് ചേട്ടൻ മാതൃഭൂമിയിൽ അന്നുണ്ടായിരുന്നു. ഇപ്പൊ അധികം പറയട്ടെ ഇപ്പൊ ബഹുമാനപ്പെട്ട ജേക്കബ് ജോർജ് ചേട്ടൻ പറഞ്ഞത് അത് ശരിയല്ല. ക്രിസ്ത്യാനികൾ എന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞത്, കേരളത്തിൽ ക്രിസ്ത്യാനികളിലും മുസ്ലിങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു.
ഞാൻ ക്രിസ്ത്യാനി എന്ന് മാത്രമല്ല പറഞ്ഞത്. രണ്ടാമത് അദ്ദേഹം നിലയ്ക്കൽ വിഷയം പറഞ്ഞല്ലോ. നിലയ്ക്കൽ വിഷയത്തിന് അദ്ദേഹത്തിന് പേടിയുണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്കറിയില്ല. ഞാൻ കാഞ്ഞിരപ്പള്ളിക്കാരൻ ക്രിസ്ത്യാനിയാ. ഞങ്ങളൊക്കെ വീട്ടിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങിയതാ അന്നും ഇന്നും. നാളെ കഴിഞ്ഞ് മാരാമൺ കൺവെൻഷന് പോകുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് മാരാമൺ കൺവെൻഷന് പോയിക്കൊണ്ടിരിക്കുക. നാളെ കഴിഞ്ഞ് ഞാൻ അവിടെ പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഇതെന്താ ഇപ്പൊ ചിലർക്ക് പെട്ടെന്നൊരു അന്താളിപ്പ. അതായത് കോൺഗ്രസിന് കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ടേക്കൺ ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും ഇവരുടെ വോട്ട് കിട്ടുമായിരുന്നു. ആ സാഹചര്യം മാറിയിരിക്കുന്നു. ആ സാഹചര്യം മാറിയപ്പോൾ ചിലർക്കൊക്കെ വേവലാതി ഉണ്ടായി. അത്രേ ഉള്ളൂ. രാഷ്ട്രീയം, ഞാൻ രാഷ്ട്രീയം പറയാനല്ല ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ ഞാൻ ഇന്നത്തെ സന്ദർശനത്തിൽ രാഷ്ട്രീയം ഇല്ല എന്നാ പറഞ്ഞത്. ക്രിസ്ത്യാനി എന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞത്, കേരളത്തിൽ കോൺഗ്രസ്സുകാർ ആണ് ഇത്തരം സമീപനങ്ങൾ. പിന്നെ അടുത്ത ഒന്നും കൂടെ കടന്ന് ഞാൻ പറയാം, നിലയ്ക്കൽ വിഷയം ഉണ്ടാക്കിയത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരനാണ് എന്ന് പറയാൻ എനിക്ക് സാധിക്കും. ഞാൻ അതിന്റെ തെളിവുകൾ തരാം. എനിക്കറിയാം, ഞാൻ കാഞ്ഞിരപ്പള്ളിക്കാരനാണ്, എനിക്കറിയാം. അവിടെ തമ്മിലടിപ്പിച്ചുകൊണ്ട് മുതലാക്കാൻ ശ്രമിച്ചത് കോൺഗ്രസിന്റെ കരുണാകരൻ തന്നെയായിരുന്നു അന്ന് മുഖ്യമന്ത്രിയായിരുന്നത്. അതൊക്കെ അന്ന് രാഷ്ട്രീയം കളിച്ചുകൊണ്ട് കേരളത്തിലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ചവർ അവർക്ക് ഇന്ന് വേവലാതി കൂടും. BJPയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ വോട്ട് പിടിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. ഭാരതത്തിന്റെ പുരോഗതി പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. ഈ റബ്ബറിന്റെ വില ഞങ്ങൾക്കൊരു അവസരം കിട്ടണം, ഞങ്ങൾ 250 ആക്കും. അതിന് വേണ്ട പരിപാടികളൊക്കെ ഞങ്ങൾക്കറിയാം. അതിന്റെ പേരിലൊന്നും വേവലാതി പോടണ്ട. അതിന്റെ പേരിൽ നോബൽ മാത്യു ക്രിസ്ത്യാനിയുടെ പേര് മാത്രമാണ് പറഞ്ഞതെന്ന് പറയേണ്ട കാര്യമില്ല. ക്രിസ്ത്യാനി, ഞാൻ ന്യൂനപക്ഷ മോർച്ചയുടെ ദേശീയ ഉപാധ്യക്ഷനാണ്. ഞങ്ങളുടെ ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, സിഖുകാരുണ്ട്. അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കും. ഇതൊക്കെ ഉണ്ടെങ്കിലും ആരോടും പ്രീണനമില്ല, രാജ്യസ്നേഹമായിട്ട് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി. ആ ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുമ്പോൾ രാജ്യത്തെ ജാതി മത വർഗ വർണ്ണ രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി നിന്നുകൊണ്ട് ഭാരതത്തെ ഒരേ ചാനലിലെ മുത്തുമണികൾക്ക് പോലെ ജനങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക നരേന്ദ്രമോദി ഇന്ന്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ചിലർക്കൊക്കെ വേവലാതി ഉണ്ടാവും. അഭിമന്യനായ തട്ടിൽ പിതാവ് ഇന്ന് സന്ദർശിച്ചപ്പോൾ വേവലാതി ഉണ്ടാവും. അത് മാത്രമേ ഉള്ളൂ ഇവിടെ. ശ്രീ കെന്നഡി കരിമംഗാലയിൽ ആർക്കും വേവലാതില്ലാത്ത ഒരു കൂടിക്കാഴ്ച നടക്കട്ടെ. അതിലെന്താണ് ചോദിക്കാനുള്ളത്? അതിൽ ആർക്കാണ് തർക്കം? ഇതിലൊരു തർക്കവുമില്ല. ചോദ്യം ഇതാണ്, ആ രാഷ്ട്രീയം സഭയ്ക്ക് വ്യക്തമാക്കിക്കൂടെ എന്നുള്ളത് മാത്രമാണ്. ലത്തീൻ സഭ എടുക്കുന്ന നിലപാടുകൾ, ഇടതുപക്ഷ സർക്കാരിനെതിരെ ഫാദർ യൂജിൻ പെരേര അടക്കമുള്ളവരൊക്കെ ആഞ്ഞടിക്കുന്ന ചില നിലപാടുകളുണ്ട്. അതായത് ഡിപ്ലോമാറ്റിക് അല്ലാതെ ഞങ്ങളിതാ ഈ രാഷ്ട്രീയ പക്ഷത്താണ് എന്ന് പറയാനുള്ളത് അതൊരു ആർജവമാണ്. ആ ആർജവം കാണിച്ച് ഇതാണ് നിലപാട് എന്ന് പറയുന്നിടത്ത് ചിത്രം വല്ലാതെ വ്യക്തമാകുകയാണ് സ്വാഭാവികമായിട്ടും. അങ്ങനെ ഒരു നിലപാട് സിറോ മലബാർ സഭയ്ക്ക് കാണിച്ചുകൂടെ എന്ന് താങ്കളെങ്കിലും വിചാരിക്കുന്നുണ്ടാവില്ലേ? അല്ല, അതിനകത്ത് എന്താണെന്നറിയാം, പറഞ്ഞ ലത്തീൻ സഭ ഒരിക്കലും ഒരു ആന്റി CPM നിലപാടെടുത്തു, അല്ലെ ആന്റി LDF നിലപാട് പരസ്യമായി എടുത്തു, അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. അവരുടെ പ്രശ്നങ്ങളിൽ അഭിപ്രായങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ വിഴിഞ്ഞത്ത്. ഒരിക്കലും സഭയോ അങ്ങനെയുള്ള ഒരു ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്നവർക്ക് അത്തരം കാര്യങ്ങളിൽ തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ടാവും. രാഷ്ട്രീയം പച്ചയ്ക്ക് വെളിയിൽ പറയാൻ ബുദ്ധിമുട്ടും വരും. ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിലിരുന്നുകൊണ്ട് കവിയിലച്ഛൻ പറയാവുന്നതിന്റെ മാക്സിമം പറയുന്നുണ്ട് എന്ന് എനിക്ക് വ്യക്തമാവുന്നുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് പറയാൻ അദ്ദേഹത്തിന് കഴിയില്ല. കാരണം ആ സ്ഥാനത്തിരിക്കുമ്പോൾ പച്ചയ്ക്ക് അദ്ദേഹം അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ അദ്ദേഹത്തിന് കഴിയില്ല. പിന്നെ അപർണ ഇവിടെ ശ്രമിക്കുന്നതിനോടൊപ്പം തന്നെ നിഷ്പക്ഷം എന്ന രീതിയിൽ ശ്രീ ജേക്കബ് ജോർജ് ഇവിടെ മണിപ്പൂർ പറഞ്ഞിട്ട് കുറെ കാലമായിട്ട് പറഞ്ഞിട്ട് ഏൽക്കുന്നില്ല എന്ന് കണ്ടപ്പോ പഴയ തുരുമ്പ് പിടിച്ച നിലയ്ക്കലുമായിട്ട് കളത്തിലിറങ്ങിയിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹം നിഷ്പക്ഷ നിരീക്ഷണമായിട്ട് എന്നുള്ള മട്ടിൽ അവതരിപ്പിക്കുന്നത് തികഞ്ഞ നെസ്പോട്ടിസം അല്ലെങ്കിൽ ഒരു ഫേവറിസം, ഒരു തികഞ്ഞ ഒരു പക്ഷപാതി നിലപാടാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. അദ്ദേഹം ഒരു ആന്റി BJP നിലപാടുകാരൻ തന്നെയാണ് എന്ന് വിളിച്ചു പറയാൻ അദ്ദേഹം തയ്യാറാവണം. കാരണം നിഷ്പക്ഷൻ എന്ന ഒരു മൂടുപടം അണിഞ്ഞുകൊണ്ട് ഇത്തരം അഭിപ്രായങ്ങൾ പറയുമ്പോൾ ആളുകളിൽ തെറ്റിദ്ധാരണ വരും. ഞാൻ പച്ചയ്ക്ക് പറയാം, ക്രിസ്ത്യാനികൾ ഒരിക്കലും ഒരു വർഗീയ നിലപാടെടുക്കുന്നവരല്ല. അവരൊരിക്കലും രാഷ്ട്രീയം മാത്രമായിരിക്കില്ല ഇത്തരം കാര്യങ്ങളിനകത്ത്. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽ നിൽക്കുമ്പോൾ ഞാൻ പച്ചയ്ക്ക് പറയാം, ക്രിസ്ത്യാനികൾ നോക്കുന്ന ഒരു രാഷ്ട്രീയം മാത്രമായിരിക്കില്ല. അവർ രാജ്യത്തിന്റെ വികസനം, രാജ്യത്തിന്റെ അഖണ്ഡത, രാജ്യത്തിന്റെ അഭിമാനം, രാജ്യത്തിന്റെ ഐക്യമത്യം, ഇത്തരം ഒരുപാട് കാര്യങ്ങളിൽ അവർ ശ്രദ്ധിക്കും. രാജ്യത്തിന്റെ നല്ല യശസ്സിന് അതിൻ്റെതായിട്ടുള്ള പങ്ക് വഹിക്കാൻ സഭയും തയ്യാറാവുന്നു എന്നതിൽ ഇതര ക്രൈസ്തവരോടൊപ്പം തന്നെ ഞാനും അഭിമാനിക്കുന്നു എന്ന് പറയുന്നതിന് എനിക്ക് മടിയൊട്ടുമേ ഇല്ലതാനും. ഞാൻ ഒന്നുകൂടി അവരിലേക്ക് വ്യക്തമാക്കാം. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ
കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ കന്യാസ്ത്രീ മഠത്തിലൊക്കെ നമ്മൾ കയറി ചെല്ലുമ്പോൾ ഈ പുറത്തുനിന്നൊക്കെ ആള് വന്നാൽ സാധാരണ അവിടെ ഫ്രണ്ടിലത്തെ ലിവിംഗ് റൂമിൽ അവിടെ ഇരിക്കും, അവിടെ നിന്ന് ചായയൊക്കെ കൊടുക്കും. പക്ഷെ ഞങ്ങളെ പോലുള്ള, ഞാൻ കൊച്ചുനാളിലെ മുതലേ ഓൾട്ടർ ബോയ് ആയിട്ട് പള്ളിയിൽ അൾത്താര ബാലനായിട്ടൊക്കെ ഇങ്ങനെ വന്നുകൊണ്ട് എനിക്ക് സഭയുമായിട്ട് കുഞ്ഞുനാൾ മുതലേ അത്ര അടുപ്പമുള്ളതാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ കോൺവെന്റിലെ കന്യാസ്ത്രീകളുടെ അവിടെയൊക്കെ ചെന്നാൽ ഞാൻ ഉള്ളിൽ അകത്ത് കയറും. അപ്പൊ അവിടെ അവരെ ആഹാരം കഴിക്കുന്നിടത്ത് വലിയ ബോർഡൊക്കെ കാണും, അവരുടേതായിട്ടുള്ള ചില കാര്യങ്ങൾ പ്രദർശിപ്പിക്കാൻ. എനിക്ക് നല്ല ഓർമ്മയാണ്, എന്റെ കുഞ്ഞുനാളിലൊക്കെ ആ ബോർഡിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പടമേ അവിടെ സ്ഥാനം പിടിച്ചിരുന്നുള്ളൂ. അന്ന് ഇന്ദിരാഗാന്ധിയും അതിനുശേഷം രാജീവ് ഗാന്ധിയുടെ പടവും കൈപ്പത്തി ചിഹ്നവും ഒക്കെ അവിടെ പതിച്ച് ഓരോ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ഓരോരുത്തരും കൊണ്ട് ലീഫ്ലെറ്റ് കൊടുക്കുമ്പോൾ ഇത് മാത്രം ഏറ്റവും എന്താ പറയുക അകത്തളങ്ങളിൽ സ്ഥാനം പിടിച്ചിരുന്നത് ഞാൻ എന്റെ കുഞ്ഞുനാളുകളിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ അടുത്തൊരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺവെന്റുകളിൽ സന്ദർശനം നടത്തിയപ്പോ അക്കൂട്ടത്തിൽ താമരയുടെ ചിത്രങ്ങൾ അകത്തളങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ്. അതുകൊണ്ട് കണ്ടില്ല എന്ന് പറയാൻ അത് ഒരു വളരെ വ്യക്തമാക്കാവുന്ന ഒരു നിലപാട് തന്നെയാണ്, ഒരു രാഷ്ട്രീയ നിലപാട് തന്നെയാണ്. അങ്ങനെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ BJP ചായ്വിലേക്ക് പോകുന്നു. PC ജോർജ് അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളൊക്കെ ഇപ്പൊ തന്നെ BJP അകത്താണ്. അങ്ങനെയുള്ള ഒരു പൾസാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഈ കൂടിക്കാഴ്ചയെ ആ രീതിയിൽ തന്നെ എടുത്താൽ മതി എന്ന് പറയുന്നിടത്ത് അതിനൊരു വ്യക്തമായ രാഷ്ട്രീയ നിലപാടുണ്ട് താങ്കൾ പറയുന്നതിൽ, ശ്രീ കെന്നഡി കരിമ്പുംകാലയിൽ. അല്ല, ഞാനതാണ് പറഞ്ഞത്. ഇപ്പോ നമ്മൾ രാവിലെ തൃശ്ശൂരിൽ നിന്നുള്ള ഒരു പ്രതിനിധിയാണ് തീർച്ചയായിട്ടും ഫാദർ ഫിലിപ്പ് കവീൽ വ്യക്തമാക്കുന്നത്. ഞാൻ കെന്നഡി കരിമ്പുംകാലയിൽ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ഇതിനകത്ത് പറയുന്നു, കൃത്യമായ ഒരു നിലപാട് പറയുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു ക്രൈസ്തവ ന്യൂനപക്ഷത്തിന്റെ ഒരു പിന്തുണ ആ ഭാഗത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ, BJP-യിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, അതിൽ ചില അനുരണനങ്ങൾ വരുന്നുണ്ടെങ്കിൽ, ആ രീതിയിൽ ഈ കൂടിക്കാഴ്ചയെ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് BJP എന്ന പാർട്ടിക്ക് ബോണസാണ്. ഒരുപക്ഷെ പറഞ്ഞോളൂ ഫാദർ ഫിലിപ്പ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ശ്രീമതി അപർണ, നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് അഭ്യുന്നതനായ റാഫേൽ പിതാവ് തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ആദ്യം പോയി കണ്ടത്, ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. ആദ്യം പോയി കണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നാണ് താങ്കൾ പറയാൻ വരുന്നത്. കേൾക്കാം. ആദ്യം പോയി കണ്ടത് കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെയാണ്. ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അത് മാത്രവുമല്ല, ഈ കഴിഞ്ഞ കാലഘട്ടത്തിലെ ചരിത്രം പരിശോധിച്ചാൽ ശ്രീ പിണറായി വിജയൻ്റെ ഭാഗത്ത് നിന്ന് കത്തോലിക്ക സഭയ്ക്കുണ്ടായ അനുഭവങ്ങളും ഞങ്ങൾക്കറിയാം. പക്ഷേ ഞങ്ങളതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്, ഞങ്ങളുടെ ഒരു ബിഷപ്പിനെ അദ്ദേഹം അഭിസംബോധന ചെയ്ത് കാണുകയും അദ്ദേഹം അതിന് മാറ്റം വരുത്തി ഞങ്ങളുടെ അടുത്ത് വരികയും ചെയ്തു. ഞങ്ങൾ ഒരിക്കലും മനസ്സിൽ വെറുപ്പോ വിദ്വേഷമോ സൂക്ഷിക്കുന്ന ആളുകളല്ല. അത് ക്രൈസ്തവികതയുടെ അടിസ്ഥാന തത്വമാണ്. ഞങ്ങൾ ആരോടും അകൽച്ച പാലിക്കുകയോ വെറുക്കുകയോ ചെയ്യുന്നവരല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ഉൾക്കൊള്ളാൻ ഞാൻ പറഞ്ഞു തീർന്നില്ല. ഇത് ഞാനൊന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു തീർക്കട്ടെ. അതായത് ക്രൈസ്തവ സഭയുടെ നിലപാടുകൾ പ്രശ്നാധിഷ്ഠിതമാണ്. ഇവിടെ അഭ്യുന്ന പിതാക്കന്മാർ വളരെ കൃത്യമായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. മണിപ്പൂർ വിഷയത്തെക്കുറിച്ചാണെങ്കിലും ഉത്തരേന്ത്യയിലെ ക്രൈസ്തവ പീഡനത്തെക്കുറിച്ചാണെങ്കിലും വളരെ കൃത്യമായ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. അതിലൊന്നും യാതൊരു വെള്ളവും ചേർത്തിട്ടില്ല. ഓരോ വീട്ടിലും ആളുകൾ പടം വെച്ചിരിക്കുന്നതൊക്കെ അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ്, അവരുടെ സ്വാതന്ത്ര്യമാണ്. ഒരിക്കലും ക്രൈസ്തവ സഭ ഇന്ന കക്ഷിക്ക് രാഷ്ട്രീയ കക്ഷിക്ക് വോട്ട് ചെയ്യാൻ പറയുകയല്ല. അങ്ങനെ ഒരു നിലപാടും സഭയ്ക്കില്ല. ഓക്കെ, റൈറ്റ്. അങ്ങനെ സഭയ്ക്ക് ആ നിലപാടില്ല എന്ന് പറയുന്നു. സഭയുടെ നിലപാടുകൾ പ്രശ്നാധിഷ്ഠിതമാണ്. അഭ്യുന്ന പിതാക്കന്മാർ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടി, ഇവിടുത്തെ കർഷകർക്ക് വേണ്ടി ആര് നിലപാടെടുക്കുന്നു അവരെ സപ്പോർട്ട് ചെയ്യുമെന്ന് അഭ്യുന്ന പിതാക്കന്മാർ ആലക്കോട് വെച്ച് കത്തോലിക്ക കോൺഗ്രസ് ഓർഗനൈസ് ചെയ്ത വലിയ റാലിയിലാണ് അഭ്യുന്ന പാമ്പ്ളാനി പിതാവ് അത് പറഞ്ഞത്. അതിനെ നിങ്ങൾ മാറ്റിമറിക്കരുത്. അതിനെപ്പറ്റി ഒരു വിശദീകരണം പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അഭ്യുന്ന പാമ്പ്ളാനി പിതാവ് BJP-യെ സംബന്ധിച്ചിടത്തോളം നേരത്തെ അഡ്വക്കേറ്റ് നോബിൾ മാത്യു പറയുകയുണ്ടായി, ക്രിസ്മസ് സമയങ്ങളിൽ എന്തുകൊണ്ട് ഗൃഹസന്ദർശനം അടക്കം നടത്തുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൗഹാർദ്ദ അന്തരീക്ഷത്തിന് ഇടിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, കോട്ട സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടട്ടെ, അതൊരു രാഷ്ട്രീയ പാർട്ടി എടുക്കുന്ന ഇനിഷ്യേറ്റീവാണ് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ ഇത്തരം കൂടിക്കാഴ്ചകൾ BJP എന്ന രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയ്ക്കുള്ളതാണ്. പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നതിൽ യാതൊരു രാഷ്ട്രീയപരമായി യാതൊരുവിധ തെറ്റുമില്ല. സ്വാഭാവികമായിട്ട് തൃശ്ശൂരിൽ സിറോ മലബാർ സഭയ്ക്കുള്ള സ്വാധീനം, വൈദികനായിട്ടുള്ള ശ്രീ മാർ
റാഫേൽ തട്ടിൽ പിതാവിനുള്ള സ്വാധീനം, ഇതൊന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് പ്രതിഫലിക്കുകയില്ല. ആ രീതിയിലുള്ള യാതൊരു നിലപാടുകളും സഭ ഒരു തരിമ്പ് പോലും ഇതിൽ വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. അങ്ങനെയാണ് താങ്കൾ പറഞ്ഞു നിർത്തുന്നത് അല്ലേ? അല്ല, സഭയുടെ കാര്യങ്ങൾ വളരെ കൃത്യമാണ്. സഭ ഒരു രാഷ്ട്രീയ കക്ഷിയെ പ്രത്യേകമായിട്ട് സപ്പോർട്ട് ചെയ്തല്ല സംസാരിക്കുന്നത്. സഭയുടെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, റൈറ്റ്. ഫാദർ ഫിലിപ്പ് കവിയൽ, ഇതിന്റെ അപ്പുറത്തേക്ക് താങ്കൾക്ക് നേരത്തെ കെന്നഡി കരിമിങ്കാലൻ പറഞ്ഞ പോലെ പറഞ്ഞോളൂ. അഡ്വക്കേറ്റ് നോബിൾ മാത്യു, താങ്കളിലേക്ക് തന്നെ വരാനിരിക്കായിരുന്നു. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ശ്രീ അപർണ പറഞ്ഞതിൽ ഒരു തിരുത്തുണ്ട്. പറഞ്ഞോളൂ. അതായത് റാഫേൽ തട്ടിൽ പിതാവിനെ നിങ്ങൾ തൃശ്ശൂരുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യാൻ പാടില്ല. കാരണം റാഫേൽ തട്ടിൽ പിതാവ് 50 ലക്ഷത്തോളമുള്ള സീറോ മലബാർ സഭയുടെ മുഴുവൻ തലവനും പിതാവുമാണ്. ഇനി മുതൽ നിങ്ങൾക്ക് തൃശ്ശൂർ ഭാഗത്ത് മാത്രം കൊണ്ടുപോയി റാഫേൽ തട്ടിൽ പിതാവിനെ മുഴുവൻ കാഴ്ചപ്പാടാണ്. അഡ്വക്കേറ്റ് നോബിൾ മാത്യു പറഞ്ഞു വന്നത് ഞാൻ പറഞ്ഞോട്ടെ. അപർണ, സീറോ മലബാർ സഭ എന്ന് പറഞ്ഞാൽ ഒരു കത്തോലിക്ക സഭയാണ്. അത് സീറോ മലബാർ സഭ ഒരു കത്തോലിക്ക സഭയാണ്. അതായത് പോപ്പുമായിട്ട് അലീജിയൻസ് ഉള്ള സഭയാണ് കത്തോലിക്ക സഭകൾ എന്ന് പറയുന്നത്. ആ സീറോ മലബാർ സഭ ലോകത്തിലെ 3ാമത്തെ കത്തോലിക്ക സഭയാണ്. സീറോ മലബാർ സഭ 3ാം സഭ. ആ സീറോ മലബാർ സഭയ്ക്ക് അച്ഛൻ പറഞ്ഞതുപോലെ 50 ലക്ഷത്തിലധികം ആൾക്കാരുണ്ട്. 3ാമത്തെ സഭയാണ്. വിശ്വാസപരമായിട്ടുള്ള അവരുടെ ആഴത്തിന്റെ കാര്യത്തിൽ, വ്യാപ്തിയുടെ കാര്യത്തിൽ ലോകത്തിലെ തന്നെ 1ാമത്തെ സഭയാണ്. ആ സീറോ മലബാർ സഭ തൃശ്ശൂർ മാത്രമല്ല, അതെനിക്ക് വ്യക്തമാണ്. അത് ചുരുക്കി പറയലല്ല, അത് തൃശ്ശൂരിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു ചോദ്യം തന്നെയായിരുന്നു. അവസാനിപ്പിക്കുമ്പോൾ സമയപരിമിതി കൊണ്ട് ഒറ്റ കാര്യമാണ് ശ്രീ ജേക്കബ് ജോർജ്, ഒരു കുർബാന ഏകീകരണം പോലും സമാധാനപരമായിട്ട് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല സീറോ മലബാർ സഭയെ സംബന്ധിച്ചോളം. സഭാവിശ്വാസികൾ ഇതിനകത്ത് നേരത്തെ ഫാദർ ഫിലിപ്പ് കവിയൽ പറഞ്ഞതുപോലെ വിശ്വാസികളല്ലാത്തവർ, വിശ്വാസത്തെ എതിർക്കുന്നവരൊക്കെ പല രീതിയിൽ അഭിപ്രായം പറഞ്ഞെന്ന് പറഞ്ഞാലും ഈ നടക്കുന്ന അഭിപ്രായ ഭിന്നതകൾ പുറത്തേക്ക് വരുന്ന സാഹചര്യമുണ്ട്. ക്രിസ്മസ് സമയത്ത് പോലും പുറത്തു കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കൂടിക്കാഴ്ചകൾ സഭാവിശ്വാസികളിൽ പ്രതിഫലിക്കും എന്ന് താങ്കൾ കരുതുന്നു? അല്ല, എനിക്ക് അങ്ങനത്തെ ഒരു പ്രതീക്ഷയില്ല. കാരണം കേരളത്തിലെ, ഞാൻ നേരത്തെ പറഞ്ഞ ആ വാചകത്തിൽ ഉറച്ചു നിൽക്കുന്നു. കേരളത്തിൽ ഹിന്ദു സമുദായത്തെ ഹിന്ദുത്വ പറഞ്ഞ് BJPക്ക് വശീകരിച്ച് വോട്ട് മേടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും വോട്ട് എങ്ങനെ കിട്ടും? അപർണ, സിമ്പിൾ രാഷ്ട്രീയ ചോദ്യമാണത്. എന്നോട് എൻ്റെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട കെന്നഡി. നിഷ്പക്ഷതയല്ല വിഷയം. ഇവിടെ കേരള രാഷ്ട്രീയത്തെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ 2 മുന്നണികൾ, ഒരു വശത്ത് CPM നേതൃത്വം, മറുവശത്ത് കോൺഗ്രസ് നേതൃത്വം, ശക്തമായിട്ട് ജനാധിപത്യ 2 കക്ഷികൾ നിൽക്കുമ്പോൾ അവിടെ വർഗീയതയ്ക്ക് പ്രവേശനമില്ല എന്ന് പറയുന്നത് ഇവിടുത്തെ ഹിന്ദുക്കളാണ് എന്ന് ആവർത്തിച്ച് പറയുകയാണ് ബഹുമാനപ്പെട്ട കെന്നഡി, ബഹുമാനപ്പെട്ട നോബിൾ മാത്യു. അതാണ്, അത് രാഷ്ട്രീയമല്ല, നമ്മുടെ അനാലിസിസ് ആണ്. അതിനകത്ത് നിഷ്പക്ഷതയുടെ പ്രശ്നമില്ല, അനാലിസിസ് ആണ്. ഈ ഞാൻ പറഞ്ഞത് ഈ നിലയ്ക്കൽ പ്രശ്നം അതിരൂക്ഷമായ പ്രശ്നമായിരുന്നു. കരുണാകരൻ അത് അടിച്ചമർത്തി, യാതൊരു സംശയം വേണ്ട. അത് കാര്യം വേറെ. ഞാൻ സമയം തീർന്നു. തീർച്ചയായിട്ടും. ഏതായാലും ഇതിനകത്ത് രാഷ്ട്രീയമില്ല. റാഫേൽ തട്ടിൽ പിതാവും മോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ, പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ അങ്ങനെ ഒരു രാഷ്ട്രീയം കാണേണ്ടതില്ല എന്ന് സഭാ വക്താവ് കൂടിയായ ഫാദർ ഫിലിപ്പ് കവിയൽ അടക്കം പറയുമ്പോൾ കാത്തലിക്ക ഫോറത്തിന്റെ പ്രതിനിധി പറയുന്നതനുസരിച്ച് ഇതിലൊരു രാഷ്ട്രീയ പ്രതീക്ഷകൾ മേടിച്ചോ, പക്ഷേ എന്നെ അതിന് കിട്ടത്തില്ല. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടാകും ഇതിനകത്ത്. ഇപ്പോൾ ഒരുപക്ഷെ അതിന് മറുപടി അവിടെ നിന്നുണ്ടാവും. ഞാൻ അതിലേക്ക് ഇടപെടുന്നില്ല, സമയപരിമിതി കൊണ്ടുകൂടിയാണ്. ഏതായാലും ആ രീതിയിലുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചത്. ഏതായാലും വരും സമയങ്ങളിലുള്ള കൂടിക്കാഴ്ചകളിൽ ഏത് രീതിയിലുള്ള രാഷ്ട്രീയ വിലയിരുത്തലുകളും വ്യാഖ്യാനങ്ങളും ഉണ്ടാകും എന്നെല്ലാം ഇനി കണ്ടറിയാനിരിക്കുന്നതേ ഉള്ളൂ. വളരെയധികം നന്ദി. സമയപരിമിതി കൊണ്ടാണ് വീണ്ടും അതിഥികളിലേക്ക് വരാൻ കഴിയാതിരുന്നത്. അതിൽ ഖേദിക്കുന്നു. ഫാദർ ഫിലിപ്പ് കവിയൽ, കെന്നഡി കരിമിങ്കാലയിൽ അഡ്വക്കേറ്റ് നോബിൾ മാത്യു, ശ്രീ ജേക്കബ് ജോർജ്, നന്ദി. അന്തിചർച്ചയ്ക്കൊപ്പം പാനലിസ്റ്റിൽ ചേർന്നതിന്. പൂർണ്ണമാകുന്നു ചർച്ച. നമസ്കാരം. ഈ പരിപാടി പോകുന്നു. കേരളത്തിലെ BJP